Hello students, welcome to my Plus One Business Studies class. In this video, we are discussing about form of business organization, the partnership firm. Actually, the partnership business is an expansion of sole proprietorship. We know that the managerial and financial resources of sole trader is limited. To increase these resources, two or more persons join hands to form a partnership. The need for large capital, managerial ability, spreading of risk, division of work give rise to form the partnership. പലതരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷനുകൾ ഉണ്ടായതിൽ മെയിൻ കാരണം ഓരോ തരം ബിസിനസ് ഓർഗനൈസേഷനുകൾക്കും അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ആ ഓരോ ഡിസഡ്വാൻറ്റേജസിനെയും ഓവർകം ചെയ്യുക എന്നുള്ള രീതിയിലാണ് മറ്റു തരത്തിലുള്ള ഓരോ ബിസിനസ് ഓർഗനൈസേഷനുകളും ഉത്ഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഉള്ള പല പല പോരായ്മകളെയും പരിഹരിക്കുന്ന രീതിയിലാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പില് ഏറ്റവും വലിയ കുറവ് എന്ന് പറയുന്നത് അതിനകത്തെ ഒരു സിംഗിൾ പേഴ്സന്റെ ഓണർഷിപ്പും ആ ക്യാപിറ്റലിന്റെ ലിമിറ്റേഷനും റിസ്കുമാണ്. അപ്പോൾ അതിനെ പരിഹരിക്കുന്ന രീതിയിലാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഉടലെടുത്തിട്ടുള്ളത്. ഒരു സിംഗിൾ പേഴ്സന്റെ മാത്രം ബിസിനസ്സിനേക്കാൾ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ നടത്തുന്ന ബിസിനസ് ആകുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് അതിന് ഉണ്ടാകും. ആ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്നും നമുക്ക് നോക്കണം. ആദ്യം നമുക്ക് പാർട്ട്ണർഷിപ്പ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാം. പല ആളുകളും പാർട്ട്ണർഷിപ്പിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ പ്രധാനപ്പെട്ട ചില ഡെഫിനേഷനുകൾ നമുക്കിന്ന് ആദ്യം നോക്കാം. പാർട്ട്ണർഷിപ്പിനെ പല ആളുകളും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. അത് എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷനാണ്. അത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യവും ഉണ്ട്. According to section 4 of the Indian Partnership Act 1932, it is the relationship between persons who have agreed to share the profit of a business carried on by all or any of them acting for all. അപ്പോൾ ഈ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? മറ്റേതൊരു ബിസിനസ്സും പോലെ രണ്ടിൽ കൂടുതലോ ആളുകളുടെ ഒരു അസോസിയേഷൻ ആണ് പാർട്ട്ണർഷിപ്പ്. അവർ എന്തിനു വേണ്ടി അസോസിയേറ്റ് ചെയ്യുന്നു? ടു മേക്ക് പ്രോഫിറ്റ്. ആ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള മോട്ടീവിനോടെ രണ്ടിൽ കൂടുതൽ ആളുകളോ ചേർന്ന് ബിസിനസ് ചെയ്യുന്നതാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്. അടുത്തതായിട്ട് വളരെ പ്രധാനപ്പെട്ട വേറൊരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. പ്രൊഫസർ LH ഹാനി അദ്ദേഹം പാർട്ട്ണർഷിപ്പിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പാർട്ട്ണർഷിപ്പ് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് competent to make contracts who have agreed to carry a lawful business in common with a view to private gain. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ഗെയിൻ അച്ചീവ് ചെയ്യാൻ, അതായത് പ്രോഫിറ്റ് മോട്ടീവ് ചെയ്യാൻ വേണ്ടി രണ്ടിൽ കൂടുതലോ ആളുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു എഗ്രിമെന്റ്, അതിൻ്റെ ബേസിൽ ഒരു ബിസിനസ് ചെയ്യുന്നു. ആ ബിസിനസ് എങ്ങനെയുള്ളതായിരിക്കണം? എപ്പോഴും അത് ലോഫുൾ ആയിരിക്കണം. അതാണ് പാർട്ട്ണർഷിപ്പിന്റെ വേറൊരു സ്വഭാവം. പാർട്ട്ണർഷിപ്പിനെ പല ആളുകളും പല രീതിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടു. അതിൽ നിന്നെല്ലാം നമുക്ക് എന്താണ് പാർട്ട്ണർഷിപ്പ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് പാർട്ട്ണർഷിപ്പ്? അപ്പോൾ സിമ്പിൾ ആയിട്ട് പാർട്ട്ണർഷിപ്പിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം?
Partnership is an association of persons to combine their financial resources, managerial ability to run the business and share the profit in an agreed ratio. അപ്പോൾ അത് എന്താണ്? ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, രണ്ടോ രണ്ടിൽ കൂടുതലോ ആളുകൾ ചേർന്ന്. ആ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനെ അവർ പരസ്പരം ഷെയർ ചെയ്തെടുക്കുന്നു. അതിനു വേണ്ടിയിട്ട് അവർ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? ഒരു എഗ്രീഡ് റേഷ്യോ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ എഗ്രീഡ് റേഷ്യോ അനുസരിച്ചാവും മിക്കവാറും അവർ ക്യാപിറ്റൽ കൊണ്ടുവരുന്നതും പ്രോഫിറ്റ് വീതം വയ്ക്കുന്നതും. എന്തെങ്കിലും കാരണവശാൽ ലോസ് ഉണ്ടായാൽ അതിനെ ഷെയർ ചെയ്യുന്നതും ഈ എഗ്രീഡ് റേഷ്യോ അനുസരിച്ച് ആയിരിക്കും. അതാണ് സിമ്പിളായിട്ട് പാർട്ട്ണർഷിപ്പ്. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് ദി പേഴ്സൺസ് ഹൂ ഹാവ് എൻറ്റേർഡ് ഇൻ ടു എ പാർട്ട്ണർഷിപ്പ്. അപ്പോൾ പാർട്ട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യുന്ന ഈ ആളുകളെ നമ്മൾ സിമ്പിളായിട്ട് എന്തു പറയുന്നു? ദേ ആർ നോൺ ആസ് പാർട്ട്നേഴ്സ്. എന്നാൽ അവരെ കളക്റ്റീവായി, അതായത് ഈ പാർട്ട്നേഴ്സിനെ എല്ലാം കളക്റ്റീവായി നോൺ ആസ് ഫേം. അപ്പോൾ അതിനെ എന്തെന്ന് പറയുന്നു? ഈ പാർട്ട്നേഴ്സ് എല്ലാവരും കൂടിയുള്ള ആ കോമ്പിനേഷനെ നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നു. ദി നെയിം അണ്ടർ വിച്ച് ദി ഫേം carried on their business is called firm name. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസിൻ്റെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട വേർഡ്സ് ആണ് പാർട്ട്നേഴ്സ്, ഫേം, ഫേം നെയിം. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വേർഡ്സ് ആണ്. ദി ഫേം ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ലോ as a legal entity except for the purpose of income tax. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡെഫിനിഷനുകളിൽ നിന്ന് നമുക്ക് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ കുറിച്ച്, അതിൻ്റെ ക്യാരക്ടറുകളെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോഴാണ് എന്താണ് പാർട്ട്ണർഷിപ്പ് എന്നതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാകുകയുള്ളൂ. ഫസ്റ്റ് വൺ, ഫോർമേഷൻ. പാർട്ട്ണർഷിപ്പ് form of business organization governed by the Indian Partnership Act. It is an agreement between the persons who form the partnership. This agreement may be oral or written. It is better that that agreement or deed may be in written. It includes the terms and conditions among the partners and sharing of profit and loss. ഡെഫിനേഷനുകളിൽ നിന്ന് നമുക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലായിട്ടുണ്ട്. എന്താണ്? ഇറ്റ് മേ ബി പോയിന്റ് ഔട്ട് ദാറ്റ് ദി ബിസിനസ് മസ്റ്റ് ബി ലോഫുൾ ആൻഡ് റൺ വിത്ത് ദി മോട്ടീവ് ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ ഏതൊരു ബിസിനസ്സും പോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സും എപ്പോഴും ലോഫുൾ ആയിരിക്കണം. അതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞത് പ്രോഫിറ്റ് ഉണ്ടാക്കുക, പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കണം. അങ്ങനെയുള്ള ബിസിനസ്സുകൾ മാത്രമേ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ വരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോയിന്റ് എടുത്തു പറയുന്നത് എന്ന് വെച്ചാൽ, if 2 or more people come together for charitable purpose, it will not consider as a partnership. Next point is liability. The liability of a partner is unlimited, as in the case of sole proprietorship. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഉള്ളതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പിലും പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ദി പാർട്ട്നേഴ്സ് ആർ ജോയിന്റ്ലി ആൻഡ് ഇൻഡിവിജ്വലി ലയബിൾ ഫോർ പേയ്മെന്റ് ഓഫ് ഡെറ്റ്സ്. പേഴ്സണൽ അസറ്റ്സ് മേ ബി used for repaying the debts of the partnership business in case the business assets are insufficient. അപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലെ പോലെ തന്നെ ബിസിനസ്സിന്റെ അസറ്റുകൾ കടം വീട്ടാൻ തികയില്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആർ ലയബിൾ ടു ഗിവ് ദെയർ പേഴ്സണൽ അസറ്റ്സ്. ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ സോൾ പ്രൊപ്രൈറ്റർ ഫുൾ കടവും വീട്ടാൻ ബാധ്യസ്ഥനാണ് എങ്കിൽ പാർട്ട്ണർഷിപ്പിൽ ഓരോ പാർട്ട്നേഴ്സും അവർ ഏത് രീതിയിലാണോ പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുന്നത്, ഏത് റേഷ്യോയിലാണോ ആ റേഷ്യോ അനുസരിച്ചുള്ള ലോസേ അവർ വഹിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ.
But individually too, each partner is held liable to repay the debts. However, ഈ ഒരു പാർട്ട്ണർ ആ ഡെറ്റ്സ് കൊടുത്തു തീർക്കുന്നതെങ്കിൽ ആ ആളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് എഗ്രിമെന്റ് അനുസരിച്ച് ആ ഓരോ പാർട്ട്ണറും ഏത് റേഷ്യോയിലാണോ ലോസ് സഫർ ചെയ്യേണ്ടത് അത് കഴിഞ്ഞുള്ള പോർഷൻ ബാക്കി ഡെറ്റുകൾ ഈ ഇൻഡിവിജ്വൽ പാർട്ട്ണർക്ക് മറ്റു പാർട്ട്ണറുകളിൽ നിന്ന് റീകൂപ്പ് ചെയ്യാൻ ഉള്ള അവകാശമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു പാർട്ട്ണർഷിപ്പിൽ 3 പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് വയ്ക്കുക. അതിൽ ഒരു പാർട്ട്ണർ മാത്രമേ സ്ഥലത്തുള്ളൂ, 2 പേർ വേറെ എവിടെയെങ്കിലും ആവും. ആ സമയത്ത് ഈ ഒരു പാർട്ട്ണർ തനിയെ ഈ ഡെറ്റുകൾ വീട്ടുന്നു. പക്ഷേ ആ പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം അയാൾ എഗ്രിമെന്റ് അനുസരിച്ചുള്ള പ്രൊപ്പോർഷൻ അനുസരിച്ച് മാത്രമേ ലോസ് സഫർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സപ്പോസ് അവര് ഈക്വൽ ആയിട്ടാണ് വിധിച്ചിരിക്കുന്നതെങ്കിൽ 1/3 മാത്രമേ സഫർ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. എന്നാൽ ബാക്കി 2/3 ആ പോർഷൻ ഈ ബാക്കിയുള്ള പാർട്ട്നേഴ്സിൽ നിന്ന് റീകൂപ്പ് ചെയ്യാനുള്ള അവകാശം ഈ പാർട്ട്ണർക്ക് ഉണ്ട്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്നേഴ്സ് ബെയർ ദി റിസ്ക് ആസ് എ ടീം. ഒരു ടീം പോലെയാണ്, ടീമായിട്ട് ആണ് പാർട്ട്നേഴ്സ് ഈ റിസ്ക് ബെയർ ചെയ്യുന്നത്. ദി പ്രോഫിറ്റ് കംസ് ഇൻ ദി ഫോം ഓഫ് എ റിവാർഡ് ഫോർ ടേക്കിംഗ് ദി റിസ്ക്. The profit is shared by the partners in an agreed ratio. They also share losses in an agreed ratio at the time of loss. In the absence of this agreement, they share profit and loss equally. Next point, decision making and control. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഡിസിഷൻ എടുക്കുന്നതും കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതും ഒരു പാർട്ട്ണർ തനിയായിരിക്കില്ല. അവര് ഒരു ഗ്രൂപ്പായിട്ടാണ് ഡിസിഷൻ എടുക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും. സോ എ പാർട്ട്ണർഷിപ്പ് ഫേം മാനേജ് ത്രൂ ദി ജോയിന്റ് എഫേർട്ട് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്. അപ്പോൾ ഓരോ പാർട്ട്ണർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നൊപ്പം അവരെല്ലാവരും കൂട്ടായിട്ടാണ് ഒരു തീരുമാനം എടുക്കുന്നത്. അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാകാം, സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഉണ്ടായിരുന്ന ചില അപാകതകൾ. ഒരാൾ തനിയെ തീരുമാനം എടുക്കുന്നു, ആളുടെ കഴിവിനനുസരിച്ച് മാത്രമേ അത് പറ്റുന്നുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കുറച്ചു പേർ ചേർന്ന് മൊത്തത്തിൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുകയും തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ ഡിസിഷനുകൾ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആകും. അതാണ് പാർട്ട്ണർഷിപ്പിന്റെ പ്രത്യേകത. നെക്സ്റ്റ് പോയിന്റ്, continuity. Lack of continuity is one of the main character of partnership firm. In the case, the retirement, death, insolvency, insanity of a partner leads to the end of the partnership firm. The remaining partners may or may not continue the partnership. Next point, membership. സോൾ പ്രൊപ്രൈറ്ററിൽ 1 ഓണർ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ പാർട്ട്ണർഷിപ്പിൽ 2 or more persons എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിനൊരു ലിമിറ്റ് ഉണ്ട് പാർട്ട്ണർഷിപ്പിൽ. എങ്ങനെയാണ്? ദി മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് നീഡഡ് ടു സ്റ്റാർട്ട് എ പാർട്ട്ണർഷിപ്പ് ഈസ് 2. മാക്സിമം നമ്പർ ഈസ് 20. ബട്ട് ഇൻ ബാങ്കിങ് ബിസിനസ് ദി മാക്സിമം നമ്പർ ഈസ് 10. അത് പാർട്ട്ണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. നെക്സ്റ്റ് പോയിന്റ്, മ്യൂച്വൽ ഏജൻസി. ദി ഡെഫിനിഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് highlight the fact that it is a business carried on by all or any of them acting for all. അതിന്റെ അർത്ഥം എന്താണ്? ഒരു പാർട്ട്ണർഷിപ്പിലെ ഒരു പാർട്ട്ണർ ഒരേ സമയം അയാള് മറ്റു പാർട്ട്നേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്, ആ പാർട്ട്ണർഷിപ്പിലെ പ്രിൻസിപ്പിളും ആണ്. അതായത് ഓരോ പാർട്ട്നേഴ്സും, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ ഓരോ പാർട്ട്നേഴ്സും ആ പാർട്ട്ണർഷിപ്പിലെ പ്രിൻസിപ്പലുമാണ്. അതേസമയം അവർ മറ്റു പാർട്ട്നേഴ്സിന്റെ ഏജൻസുമാണ്. അതാണ് ഈ
മ്യൂച്വൽ ഏജൻസി എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ വീഡിയോയിൽ പാർട്ട്ണർഷിപ്പിനെ കുറിച്ചും പാർട്ട്ണർഷിപ്പിന്റെ പ്രത്യേകതകളെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പാർട്ട്ണർഷിപ്പിന്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചും ഡിസഡ്വാൻറ്റേജിനെ കുറിച്ചും പഠിക്കാം.